നിങ്ങൾ വാടക വീട്ടിലോട്ട് മാറാൻ പോവാന്ന് പിള്ളേർ പറഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ചെറിയച്ഛൻ്റെ മകനുണ്ടേ, അവൻ്റെ വീട്ടിൽ താമസിക്കാന്നും പറഞ്ഞുകൊണ്ട് അവൻ ഭയങ്കര ബഹളം. അതൊന്നും ശരിയാവില്ല. അപ്പം ഞങ്ങളൊരു വാടക വീട്ടിലേക്കൊക്കെ മാറാന്ന് തീരുമാനിച്ച്. ചെറിയച്ഛൻ? ഏത് ചെറിയച്ഛൻ? മോളെ നിനക്ക് അറിയാം, നമ്മുടെ ആ റേഷൻ കടയുടെ അപ്പുറമുള്ള മോളെ റവന്യൂല് ജോലി ചെയ്യുന്നേ. മനസ്സിലായി. അല്ല അപ്പൊ ചേച്ചി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അറിയുന്നില്ലയോ? അത് തന്നെ ചേച്ചി എപ്പോഴും പറയല്ല, കുഴപ്പമില്ലാത്ത ഒരു ഇല ആടിക്കഴിഞ്ഞാൽ ചേച്ചി അറിയാന്ന്. ഇപ്പൊ വീട് പൊളിക്കാൻ പോകുന്നു, അതും ചേച്ചി അറിഞ്ഞില്ലേ? അയ്യോ, പൊളിക്കാൻ പോണോ? അല്ല, പുതുക്കി പണിയാൻ പോകുന്നു, അതും ചേച്ചി അറിഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടല്ല മോളെ. മോളറിഞ്ഞു കഴിഞ്ഞാല് അത് സ്വാഭാവികമായിട്ട് സിദ്ധു അറിയും. അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ വീട് മൊത്തം പൊളിച്ചു കളഞ്ഞിട്ട് ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് അവൻ പുതിയൊരു വീട് പണിയും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ചെറിയ മെയിൻ്റനൻസ്, അത് ഞങ്ങൾ ചെയ്തോളാം, അത്രേ ഉള്ളൂ. நீங்க வாடகை வீட்ல எல்லாம் மாறுறேன்னு சொல்றீங்க, ஆனா இந்த வாடகை வீட்ல எல்லாம் மாறி அங்கெல்லாம் செட் ஆகிறதுக்குள்ள ரொம்ப டைம் ஆகும். അത് കനകാന്റി പറഞ്ഞാലും കാര്യമുണ്ട്. കാരണം പുതിയൊരു വീടുമായിട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കുമല്ലോ. അത് മാത്രമല്ല, കുഴപ്പമുള്ള വീടിൻ്റെ തൊട്ടടുത്താണ് വാടക വീട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അച്ഛൻ ഇടക്കിടയ്ക്ക് എവിടെ പോവും, എവിടെ പണി സൈറ്റിൽ പോയി 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 പിന്നെ അവിടുത്തെ എന്തെങ്കിലും പണി ചെയ്യും. പിന്നെ നടുവോ കയ്യോ കാലോ വല്ല ഉളുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ നമ്മളെല്ലാം കൂടെ പോയിരിക്കേണ്ടി വരും. വീട് പണിയുടെ കാര്യമൊക്കെ നോക്കി നടത്താനാണെങ്കിൽ അച്ഛൻ അതിനെ നേരിട്ടാവത്തുള്ളൂ. ഈ വീട് പണി ഏൽപ്പിക്കാൻ പോകുന്ന കോൺട്രാക്ടർ ഉണ്ടല്ലോ, ആളെ അച്ഛന് പരിചയമുള്ള ആളാ? ആ, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, വീട് പണി കഴിയുന്നവരെ നിങ്ങൾക്ക് ഇവിടെ നിന്നൂടെ? അല്ല, അത് ശരിയായില്ലല്ലേ? ആ, എന്ത് ശരിയാവാത്തെ? ഇവിടെ കാലോ അത് വേണ്ട മോളെ, അത് ശരിയാവില്ല. അതിപ്പം വീട് പണി അവിടെ നടക്കുന്നതുകൊണ്ടാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരാം. വേണ്ട മോനെ, ശരിയാവാത്തോണ്ടാ. சித்தோட அம்மா இங்க இருக்கும்போது ஒரு வேலையும் செய்ய வேண்டாம், எல்லாமே நான் செஞ்சு கொடுக்குறேன். ജനാർദ്ദന എന്ത് പറയുന്നു? ഏയ് അമ്മ, അത് ശരിയാവൂല. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഇപ്പോഴത്തെ ത്രില്ലിൽ ഇവിടെ നിൽക്കാനൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവും. അത് വേണ്ടത്. അശ്ശേ, എന്തോന്നൊക്കെയാ പറയുന്നത്? ഞങ്ങൾക്ക് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ട്, സന്തോഷല്ലേ ഉള്ളൂ. അത് വേണ്ടത്. സീത, ഇങ്ങോട്ടൊന്ന് വന്നേ. അല്ല, ഇറങ്ങട്ടെ, സമയം ഇത്രയായില്ലേ? മക്കളെ ഒന്ന് പിടിച്ചേ. എന്തേ കൊണ്ടുവന്നേ. ഇപ്പൊ വരാവേ. വന്നേ, മോളിങ്ങോട്ട് വന്നേ. എന്താ? അതെ, മോൾ നിക്ക്. എന്താ പറ. പിന്നെ ലച്ചു ഇവിടെ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണമേ ഇവിടുത്തെ പിള്ളേരുടെ കാര്യം നോക്കാനും പിന്നെ പടവലത്തെ കാര്യം നോക്കാനും പിന്നെ മറ്റുള്ളവരുടെ കാര്യം, ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും കാര്യം നോക്കാനായിട്ടാണ് അവളിവിടെ നിൽക്കുന്നത്. അത് അവളിവിടെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അമ്മ, ഇതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ, അതുകൊണ്ടല്ലേ അവൾ അവിടെ വന്നാലും രണ്ടാം പൊക്കം ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നേ. അയ്യോ, അത് മോളുടെ വലിയ മനസ്സ്. ലച്ചുവേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഴിപ്പള്ളത്തെ കാര്യമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാനിതൊന്നും കണ്ടതായിട്ടും കേട്ടതായിട്ടും ഭാവിക്കത്തില്ല. അമ്മ, അത് അറിയാവുന്നതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ അവളെ വിളിച്ച് പറയാതിരിക്കുന്നേ. ഇപ്പൊ തന്നെ ഈ വീട് പുതുക്കി പണിയുന്നില്ലേ, ആ കാര്യം അച്ഛൻ പറയാതിരുന്നത് അതുകൊണ്ടാ. ആ, വേണ്ട, പതുങ്ങി പതുങ്ങി വന്നല്ലോ. എനിക്കിതാ പിടിക്കാത്തത്. എന്താ കാര്യം എന്നറിയാവോ? ഇതിപ്പം നമ്മളിവിടെ എന്തോ സംസാരിക്കുന്നതെന്ന് അവക്കൊന്ന് അറിയണം. അതിനാ അവള് പതുങ്ങി പതുങ്ങി വന്നത്. ഞാൻ അറിയാൻ പറ്റിയ കാര്യം നിങ്ങൾ സംസാരിക്കുന്നതിന് എനിക്കറിയാം. അയ്യടാ, വലിയ വർത്താനം പറയാൻ നോക്കിയവള്. അയ്യോ, സീത കേട്ടിട്ടില്ലല്ലോ അവള് വർത്താനം പറഞ്ഞൊന്നും. ഒന്ന് കേക്കണം, അന്തം വിട്ടു പോവും. അത് ഈ ബാർമണ സ്കൂളിൽ നിന്ന് പഠിച്ചല്ലേ? എന്റെ ദൈവമേ. പാറു, നീ അപ്പുറത്ത് പോയേ. പോയേക്കാവേ. ചില നേരത്തെ വർത്താനേ വലിയ ആൾക്കാർ സംസാരിക്കുന്ന പോലെ. ആളെവിടത്തെയാ? ഈ കുടുംബത്തിൽ തന്നെയല്ലേ? ആഹാ, വാലേ വാല എടുത്തത് വന്നല്ലോ. അപ്പീനാ ഞാൻ പോറേ. അയ്യോ, നീ എവിടെ പോന്നു? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തായിട്ടുള്ള ഒന്നും ഞങ്ങൾ ഇവിടെ പറയുന്നില്ല. എന്നാ പിന്നെ പറയാൻ വന്ന കാര്യം പറ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാലേ, എനിക്ക് ഈ ലച്ചുവിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റത്തില്ല. അതിന് ഞാൻ എന്ത് ചെയ്ത്? லெச்சு வந்து அம்மாவை நியந்திரிப்பாங்க. അതുകൊണ്ട് നിങ്ങളുടെ വീട് പണി കഴിയുന്നത് വരെ നിങ്ങൾ ഇവിടെ നിൽക്ക്. വാടകയ്ക്ക് വീടൊന്നും എടുത്ത് പോകണ്ട. അയ്യോ, അത് ശരിയാവത്തില്ല.
അച്ഛൻ ചിലപ്പോ സമ്മതിക്കത്തില്ല അതുകൊണ്ട്. അച്ഛന്റെ കാര്യമല്ലേ, അച്ഛനെ ഞാൻ പറഞ്ഞ സമാധാനിച്ചു. അല്ല സിദ്ധുവിനോട് നമ്മൾ ഇതൊന്നും വിളിച്ച് പറയാതെ എങ്ങനെ ഒരു തീരുമാനം? അയാളോട് പോവാൻ പറയുന്നു. അല്ല, അച്ഛനും അമ്മയും ഒരു തീരുമാനം എടുത്തതിനാ സിദ്ധു പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് പോകത്തില്ലല്ലോ.